മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ മഞ്ജുവിന്റെ ആ ടെക്സ്റ്റൈൽസിലേക്ക് പോയിട്ട് അവളെ എല്ലാവർക്കും മുന്നിലിട്ട് അപമാനിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഈ സമയം മഞ്ജു ആണെങ്കിൽ മാനസികമായിട്ട് തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ മേഘം പറയുകയാണ്, ഈ ടെക്സ്റ്റൈൽസിലെ ജോലി നീ അങ്ങ് മറന്നേക്ക്, ഇവിടുത്തെ ആളെ എന്റെ സ്വന്തം ആളാണ്, ഞാൻ ചെന്ന് സംസാരിച്ച് എന്തായാലും ജോലി കളയിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഓണർ ആണെങ്കിൽ മഞ്ജുവിനെ മേഘനാഥന്റെ മുന്നിൽ വെച്ച് തന്നെ പറയുന്നുണ്ട് ഇറങ്ങി പോവാനായിട്ടും. പിന്നീട് മഞ്ജു ആണെങ്കിൽ ആകെ തകർന്നു നിൽക്കുമ്പോൾ അവളുടെ സുഹൃത്ത് അശ്വതി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങനെ വിഷമിച്ച് കരയാതെ, നിനക്ക് എന്തായാലും ഒരു ജോലി വേണം, അതിപ്പോ നിന്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നീ ആ മാനേജറെ കണ്ട് ഒന്നുകൂടി സംസാരിക്ക്. അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ഒരുപാട് പിടിപാടുകൾ ഉള്ളതാണ്. ഈ സിറ്റിയിൽ വേറെയും ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും നിനക്കൊരു ജോലി ഒപ്പിച്ചു തരാതിരിക്കില്ല. അല്ല ഇനിയിപ്പോ ഇതല്ലാതെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, അദ്ദേഹം അങ്ങനെ ചെയ്തു തരുമോ? തരും, നീ ഒന്ന് ചെന്ന് ചോദിക്കും. അങ്ങനെ മഞ്ജു ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അയാളുടെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് മഞ്ജു അയാൾക്ക് മുന്നിൽ വെച്ചിട്ട് കരയുന്നുണ്ട്. എനിക്ക് വേറെ വഴിയില്ല, അവനെക്കുറിച്ച് നിങ്ങൾക്ക് നേരെ അറിയാതെയാണ്, അവൻ എന്നെ ചതിച്ചതാണ്, അവൻ എൻ്റെ സ്വന്തം മുറച്ചെറുക്കനാണ്. പക്ഷെ അയാൾ ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തത്. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതെന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ എന്തായാലും ഇനി ജോലി തരാനായിട്ട് കഴിയില്ല, കാരണം മേഘൻ സാറിന് പിണക്കാനായിട്ട് പറ്റില്ല, ഞങ്ങളുടെയൊക്കെ സ്വന്തം ആളാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേറെ എവിടെയെങ്കിലും ഒരു ജോലി സെറ്റാക്കി തരണമെന്നും മഞ്ജു ആണെങ്കിൽ തൊഴുത് കരഞ്ഞിങ്ങനെ പറയുന്നു. ഇത് കേൾക്കുന്ന അയാൾ പറയുന്നുണ്ട്, ശരി, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു സുന്ദരിയായിട്ടുള്ള കുട്ടിയെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നതിൽ വിഷമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, മേഘൻ സാറ് പറയുന്നത് കേൾക്കാതിരിക്കാൻ എനിക്കാവില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ജോലി റെഡിയാക്കാം, മഞ്ജു നാളെ തന്നെ ജോയിൻ ചെയ്തോ. അങ്ങനെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ അയാൾക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് മഞ്ജുവിനെ വിട്ടയക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ ഒന്ന് നിന്നേന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ കൈയിൽ കയറി പിടിക്കണം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ആകെ സ്തംഭിച്ചു പോകുന്നുണ്ട്. എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല, അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചൊരു ഉപകാരം വേണം. അങ്ങനെ മഞ്ജുവിന് അയാളുടെ നോട്ടവും മട്ടും ഭാവമൊക്കെ കണ്ട് ആകെ വല്ലാതെയാവുന്നുണ്ട്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മഞ്ജുവിനെ അയാൾക്ക് അരികിലേക്ക് ചേർക്കുകയാണ്. ഈ സമയം മഞ്ജു ഒന്നും നോക്കുന്നില്ല, അയാളുടെ കർണത്തൊന്നും പൊട്ടിച്ച് അവിടെ നിന്നും ഇറങ്ങി പോകുന്നു. താൻ വിചാരിക്കുന്നത് പോലെയുള്ള പെണ്ണല്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് മഞ്ജു നേരെ എത്തുന്നത് വീട്ടിലേക്കാണ്. വീട്ടിലെത്തുമ്പോൾ സാഗർ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ മഞ്ജു ആണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. എന്ത് പറ്റി, നീ എന്താ ജോലിയിൽ നിന്നും വേഗം വന്നത്? മേഘൻ ടെക്സ്റ്റൈൽസിലേക്ക് വന്നിരുന്നു എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവൻ ഒരിക്കലും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ മഞ്ജു ആണെങ്കിൽ സാഗറിന് മുന്നിൽ വെച്ച് കരഞ്ഞു പറയുകയാണ്. ഇത് കേൾക്കുന്ന സാഗറും നടന്ന കാര്യങ്ങളൊക്കെ തന്നെ മഞ്ജുവിനോട് വിവരിക്കുന്നുണ്ട്. അങ്ങനെ സാഗർ പറയുകയാണ്, ഇപ്പോ എന്താ ചെയ്യേണ്ടത്? അയാളെ ഒരു പാഠം പഠിപ്പിക്കണം, എന്റെ പെണ്ണിനെ തൊട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് സാഗർ ദേഷ്യപ്പെടുമ്പോൾ, ഒന്നും ചെയ്യേണ്ട സാഗരേട്ടനൊന്നും വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, പല കേസും അതിന് പുറകെ വരും, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥ ബാഗും തൂക്കി അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ സാഗർ ആകെ വിഷമിക്കുകയാണ്. കാരണം താൻ കാരണം കൊണ്ടാണല്ലോ മഞ്ജു ഇത്രയും കഷ്ടപ്പെടുന്നത്. എന്തായാലും കേസും കാര്യങ്ങളും കോടതിയൊക്കെ വന്നിട്ട് കഞ്ചാവ് കേസായതുകൊണ്ട് തന്നെ തെളിവില്ലാത്തതിന്റെ പേരിൽ സാഗർ ഉറപ്പായിട്ടും ജയിലിലാകുമെന്ന് മേഘനാഥനും ഉണ്ണിയും തീരുമാനിച്ചുറപ്പിച്ചതുമാണ്. സാഗറിനും ആ പേടിയുണ്ട്, കാരണം വേണ്ട തെളിവ് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പക്ഷെ മാർക്കോയും അനന്തവും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം പാവം സാഗറിന് അറിയുന്നുമില്ല. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ആകെ വിഷമത്തിൽ നേരെ ചെല്ലുന്നത് മഹാലക്ഷ്മിയെയും കണ്ണനെയും കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മഞ്ജു ആദ്യം ചോദിക്കുന്നത്, എന്തിനാണ് സാഗർ ഏട്ടനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്കാർക്കും അയാളുടെ ആത്മാർത്ഥത എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? മാന്യമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സൈറ്റിലേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. ഈ സമയം മഹി പറയുന്നുണ്ട്, ഞാനായിരുന്നില്ല ആദ്യം അവനെ ആട്ടിയിറക്കിയത്, ഉണ്ണിയായിരുന്നെന്ന് പറയുമ്പോൾ, ഏടത്തിക്കല്ലേ എല്ലാ അധികാരവും, ഏട്ടത്തിയും സാഗരേട്ടനെ പറഞ്ഞയച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ടിട്ട് മഹി ഒന്നും പറയുന്നില്ല. അതിൽ തനിക്ക് കുറ്റബോധമുണ്ടെന്ന് മഹി പറയുന്നുണ്ടെങ്കിലും കണ്ണം പറയുകയാണ്, അവനെ പോലെ ഒരുത്തിനൊന്നും ജോലിക്ക് വെക്കാനായിട്ട് കഴിയില്ല, അത് കമ്പനിയുടെ താല്പര്യം തന്നെ ബാധിക്കും, അല്ലെങ്കിൽ നിന്റെ അമ്മാവനും നിന്റെ ഏട്ടനൊക്കെ ചേർന്ന് ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അതിനിടയിൽ ആ സാഗറിനെ കൂടി വെച്ചാൽ ശരിയാവില്ല, പിന്നെ പറഞ്ഞല്ലോ അവനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, അവനെ ഉപേക്ഷിച്ച് നീ ഞങ്ങൾക്കൊപ്പം വരികയാണെങ്കിൽ നിന്നെ ഞങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ എനിക്കിനി അയാളെ ഉപേക്ഷിക്കാനായിട്ടോ കഴിയില്ല. പിന്നെ ഏട്ടനറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി കേട്ടോ, ഇവിടെ ഈ സിറ്റിയിൽ എല്ലാം കൊണ്ടും പേര് കേട്ട തറവാടും ബിസിനസ്സും ഒക്കെ നമ്മുടേതാണ്. എനിക്ക് തന്നെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നിൽക്കേണ്ട ഗതികേട് വന്നു, അതൊക്കെ ഞാൻ എൻ്റെ വിധിയാണെന്ന് കരുതിക്കൊള്ളാം. പക്ഷേ അവിടെ വന്ന് എന്നെ മേഘനാഥൻ അപമാനിച്ചു, മാത്രമല്ല ആ ടെക്സ്റ്റൈൽസിലെ ഓണർ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് കണ്ണനും മഹിയും ആകെ ഷോക്കാവുകയാണ്. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് മഹി ചോദിക്കുന്നുണ്ട്. അതെ, നടന്ന കാര്യങ്ങളൊക്കെ തന്നെ മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, കാരണം എന്തൊക്കെ പറഞ്ഞാലും അത് കണ്ണന്റെ സഹോദരിയാണല്ലോ.
എന്തായാലും ഇനി ആ ടെക്സ്റ്റൈൽസ് ഓണറിന്റെ കാര്യത്തിൽ തീരുമാനമാവും. മാർക്കോയും അനന്തവും കണ്ണനും ഒരുമിച്ച് തന്നെ ഇറങ്ങും. അങ്ങനെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട് സാഗറിനെ കുറിച്ച്. അതായത് തെളിവുകൾ കിട്ടാത്ത പക്ഷം സാഗറേട്ടന് ഉറപ്പായിട്ടും കോടതിയിൽ കുറ്റവാളിയായി പെടും, കുറ്റവാളിയാവും. അതോടുകൂടിയിട്ട് അയാൾ ജയിലിലേക്ക് പോകും. പിന്നെ എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. അമ്മയും സഹോദരങ്ങളും എല്ലാവരും ഉപേക്ഷിച്ച് എന്നെ ഇനി ആരും തിരിച്ചെടുക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സാഗറേട്ടൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മഞ്ജു ജീവിച്ചിരിക്കില്ല. അതായിരിക്കും എന്റെ അവസാന തീരുമാനം എന്നൊക്കെ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും മുഖത്ത് നോക്കി പറയുമ്പോൾ തന്നെ മഹിയും കണ്ണനും ആകെ ഷോക്കാവുന്നു. മഞ്ജു, നീ എന്തൊക്കെയാ പറയുന്നത്? അതേ അടുത്തി, നിങ്ങൾ ആരും ഒരിക്കലും എന്നെയും സാഗറേട്ടനെയും മനസ്സിലാക്കാനായിട്ട് പോകുന്നില്ല. സാഗറേട്ടൻ പണ്ട് പലതും ചെയ്ത് നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പൊ അതുപോലെയല്ലെന്ന് എത്ര വട്ടം പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഇനി എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല എന്നൊക്കെ മഞ്ജു പറയുകയും പൊട്ടിക്കരയുകയും ചെയ്യുകയാണ്. എന്തായാലും കണ്ണനാണെങ്കിൽ മഞ്ജുവിന്റെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് ആകെ വിഷമാവുന്നുണ്ട്. മാത്രമല്ല അതിനേക്കാൾ ഷോക്കാണ് ഉണ്ടാവുന്നത്. കാരണം മഞ്ജു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.